ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട ഒരു കളക്ഷനായിരുന്നു സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം എ വെക്റ്റർ സ്പേസ് V to another vector space W. If V is an m-dimensional vector space and W is an n-dimensional vector space, then we consider the set of all linear mappings from the m-dimensional vector space V to the n-dimensional vector space W, and that collection is this. That set is okay. And നമ്മൾ കണ്ടു ഈ കളക്ഷൻ എന്ന് പറയുന്ന ഈ സെറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് കണ്ടു. Here we define the vector addition is defined as if we choose two elements f comma g belongs to this collection, that is f and g as are linear mappings from V to W, then we define f plus g. F plus g നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? f plus g is defined as the function f plus g is defined as f plus g of x is equal to f of x plus g of x, and that is a vector addition defined on this vector space. And here the scalar multiplication is defined as, if we define the scalar, if we consider lambda belongs to f, that belongs to the scalar field. These two vector spaces are this V and W are the vector spaces over the same field f. Okay, V and vector W are vector spaces over the same field f. And for the scalar lambda belongs to f, we define scalar multiplication as lambda f is defined as lambda f of x is equal to lambda into f of x, and this condition is true for all x element of V. So this is a vector addition and this is scalar multiplication. So with respect to these two operations, this collection, this set forms a vector space. Okay, നമ്മളത് വെരിഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മറ്റൊരു ഡെഫിനേഷനിലേക്ക് പോവുകയാണ്, ഐസോമോർഫിസം. വി കൺസിഡർ ഐസോമോർഫിസം. നിങ്ങൾ ലീനിയർ മാപ്പിങ്സ് പഠിച്ചു വരുമ്പോൾ, മുമ്പോട്ട് വരുമ്പോൾ അവിടെ കാണുന്നതാണ് ലീനിയർ ഐസോമോർഫിസം എന്താണ്, എപ്പോഴാണ് രണ്ട് സ്പേസുകൾ അല്ലെങ്കിൽ രണ്ട് വെക്റ്റർ സ്പേസിൽ ഐസോമോർഫിക് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം, കാരണം നമുക്കതിവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ ലീനിയർ മാപ്പിങ്സ് പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ അതവിടെ ഡിഫൈൻ ചെയ്ത് അവിടെ അതിന് എക്സാമ്പിൾസും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട്സിലൊക്കെ പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഐസോമോർഫിസം എന്താണെന്ന് പറഞ്ഞത് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ ഡെഫിനിഷൻ: a bijective linear mapping is called a linear isomorphism or simply an isomorphism. We say that vector spaces V comma W are isomorphic and we write V isomorphic to W. So this ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിമ്പിൾ ഐസോമോർഫിക്, V isomorphic to W. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ പറയുന്നതേ ഉള്ളൂ. V എന്ന് പറയുന്നതും W എന്ന് പറയുന്നതും രണ്ട് വെക്റ്റർ സ്പേസസ് ആണ്. ദെൻ ഈ വെക്റ്റർ സ്പേസസ് V എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു W ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇഫ് there exists a bijective linear mapping, if there exists a bijective, that is 1 on 2 bijective linear mapping f from V to W, this is a condition. അതായത് V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസും W എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ സ്പേസും നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് Wനോട് ഐസോമോർഫിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്: we can define a bijective linear mapping f from V to W. വിയിൽ നിന്നും ഡബ്ല്യുവിലേക്ക് ഇത്തരത്തിൽ ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിംഗ് എഫ് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് വെക്റ്റർ സ്പേസുകളും വിയും ഡബ്ല്യുവും ഐസോമോർഫിക് ആണെന്ന് പറയാം. ദാറ്റ്സ് ഐസോമോർഫിസം. ക്ലിയർ ആണല്ലോ? രണ്ട് വെക്റ്റർ സ്പേസ് വിയും ഡബ്ല്യുവും ഐസോമോർഫിക് ആണെന്നുണ്ടെങ്കിൽ വിയിൽ നിന്നും ഡബ്ല്യുവിലേക്ക് എനിക്കൊരു 1 ഓൺ ടു ലീനിയർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. 1 ആയിരിക്കണം ആ മാപ്പിംഗ്, ഓൺ ടു ആയിരിക്കണം, അതോടൊപ്പം തന്നെ ആ മാപ്പിംഗ് ലീനിയറും ആയിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് വിയിൽ നിന്നും ഡബ്ല്യുവിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വിയും ഡബ്ല്യുവും ഐസോമോർഫിക് ആയിരിക്കും. വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു. റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വി മീൻ ചെയ്യുന്നതാണ് വി ഐസോമോർഫിക് ടു ഡബ്ല്യു, വി ഐസോമോർഫിക് ടു ഡബ്ല്യു. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ഇപ്പോൾ എന്താണ് ഐസോമോർഫിസം? എപ്പോഴാണ് രണ്ട് വെക്റ്റർ സ്പേസുകൾ വിയും ഡബ്ല്യുവും ഐസോമോർഫിക് ആവുന്നത്? അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. വിയിൽ നിന്നും ഡബ്ല്യുവിലേക്ക് ഒരു 1 ഓൺ ടു ലീനിയർ മാപ്പിംഗ്, ഈ മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഫ് എനിക്ക് വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം, ദാറ്റ് ഈസ് ബൈജക്റ്റീവ് ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം. ബൈജക്റ്റീവും ലീനിയറുമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എനിക്ക് വിയിൽ നിന്നും ഡബ്ല്യുവിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വിയും ഡബ്ല്യുവും എന്ന് പറയുന്ന ഈ രണ്ട് വെക്റ്റർ സ്പേസിലും ഐസോമോർഫിക് ആയിരിക്കും. നമ്മൾ റെപ്രസെൻറ്റേഷൻ ഇതാണ് വി ഐസോമോർഫിക് ടു ഡബ്ല്യു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാനൊരു എ എന്ന് പറയുന്നൊരു സെറ്റ് കൺസിഡർ ചെയ്തു, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് കൺസിഡർ ചെയ്തു, R3 ബി എന്ന് പറയുന്ന സെറ്റ് കൺസിഡർ ചെയ്തു. ദെൻ
എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ 0 ഈസ് ഈക്വൽ ടു x0y 3x0y. ദെൻ എയും ബിയും ഐസോമോർഫിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എ ഐസോമോർഫിക് ടു ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് എനിക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയുള്ള ഫംഗ്ഷൻ ആയിരിക്കണം? അത് ബൈജക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം, പിന്നെ ലീനിയറും ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ബിയോട് ഐസോമോർഫിക് ആണെന്ന് പറയാം. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ 0 ഈസ് ഈക്വൽ ടു x0y എന്നുള്ള ഒരു ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്, ഓൾസോ അത് ലീനിയറുമാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 ആണെന്ന് കിട്ടും, ഓൺ ടു ആണെന്ന് കിട്ടും, ലീനിയർ ആണെന്ന് കിട്ടും. ഓക്കെ, കൂടുതൽ അതിൻ്റെ എക്സാമ്പിൾസിൽ ഞാൻ പോകുന്നില്ല, കാരണം ലീനിയർ ഐസോമോർഫിസം പറയുമ്പോൾ ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൃത്യമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട്സൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അത് ക്ലിയർ ആവും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. 2 വെക്ടർ സ്പേസിൽ എപ്പോഴാണ് ഐസോമോർഫിക് ആവുന്നത് എന്നൊരു കാര്യം ഓർത്തിരിക്കുക, കണ്ടീഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. ദറ്റ് ഈസ് set of all linear mappings from the vector space to the vector space W. That is this set, അല്ലേ? That is a set of all linear mappings from V to W. ഓൾറെഡി നമ്മൾ കണ്ടു ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് കണ്ടു. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്ന റിസൾട്ട് ഇതാണ്. ദിസ് സെറ്റ്, ദറ്റ് ഈസ് ദിസ് സെറ്റ് ഈസ് ഐസോമോർഫിക് ടു, that is നമ്മുടെ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചാണെങ്കിൽ this set is isomorphic to the vector space mat n by m f. അതായത് mat n by m f എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ സ്പേസിനോട് set of all n by m മെട്രീസസ്, സ്കേലാർസ് എന്ന് പറയുന്ന സ്കെലാർ ഫീൽഡിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ വിയും ഡബ്ല്യൂയും ആർ ദ വെക്ടർ സ്പേസസ് ഓഫ് ദ സെയിം ഫീൽഡ് എഫ്. അതേ ഫീൽഡ് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ മെട്രീസസിലെ എൻട്രീസ് എന്ന് പറയുന്നത് ഈ സെയിം ഫീൽഡിലെ എലമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ സെറ്റ് ഓഫ് ഓൾ n by m മെട്രീസസ് ഹൂസ് എൻട്രീസ് ആർ ഫ്രം ദ ഫീൽഡ് എഫ്, ഫ്രം ദ ഫീൽഡ് ദ സെയിം ഫീൽഡ് എഫ്. അതായത് വിയും ഡബ്ല്യൂയും സെയിം ഫീൽഡിലെ വെക്ടർ സ്പേസ് ആണ്, ആർ വെക്ടർ സ്പേസ് ഓഫ് ദ സെയിം ഫീൽഡ് എഫ്. അതേ എഫ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതേ സ്കെലാർ ഫീൽഡ് തന്നെ നമ്മളിവിടെ പറയുന്നത്. That is mat n by m if is the set of all n by m matrices whose entries from the scalar field f. അപ്പോൾ ആ ഒരു കളക്ഷൻ അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ കണ്ടതാണ്. സെറ്റ് ഓഫ് ഓൾ n by m മെട്രീസസ് വെക്ടർ സ്പേസ് ഫോം ചെയ്യും. നമ്മൾ അവിടെ വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഡിഫൈൻ ചെയ്ത വെക്ടർ സ്പേസ് ആണെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തതാണ്. സോ ഇതൊരു വെക്ടർ സ്പേസ് ആണ്. ഓൾസോ ഓൾറെഡി നമ്മളിപ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു ഈ കളക്ഷനും ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ 2 വെക്ടർ സ്പേസുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ കാണുന്ന റിസൾട്ട് ഇതാണ്. ഈ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു വെക്ടർ സ്പേസിനോട് ഐസോമോർഫിക് ആണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പ്രൂവ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഐസോമോർഫിക് ആണെന്നുണ്ടെങ്കിൽ അറ്റ് ഇസ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഐസോമോർഫിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് വെക്ടർ സ്പേസിൽ നിന്ന്, അതായത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് വെക്ടർ സ്പേസിൽ നിന്നും സെക്കൻഡ് വെക്ടർ സ്പേസായ മാറ്റ് n by m എഫിലേക്ക്, സോ വി ഈസ് ആൻ m ഡയമെൻഷൻ വെക്ടർ സ്പേസ്, w ഈസ് n ഡയമെൻഷൻ വെക്ടർ സ്പേസ്. സോ ഈ ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഫസ്റ്റ് വെക്ടർ സ്പേസിൽ നിന്നും സെക്കൻഡ് വെക്ടർ സ്പേസിലേക്ക് എനിക്കൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയുള്ള മാപ്പിംഗ് ആയിരിക്കണം? അത് 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം. 1 ഓൺ ടു ലീനിയർ ആയിട്ടുള്ള ഒരു മാപ്പിംഗ് എഫ് എനിക്ക് ഫസ്റ്റ് വെക്ടർ സ്പേസിലും സെക്കൻഡ് വെക്ടർ സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഫസ്റ്റ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ദ സെക്കൻഡ് വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് തിയറം. ജസ്റ്റ് നിങ്ങൾ ആ തിയറം ഒന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ, നോട്ട് എഴുതുമ്പോൾ ആ തിയറം സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നോട്ടിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അവസാനത്തിലാണ് തിയറം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നെക്സ്റ്റ് നോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ തിയറം സ്റ്റാർട്ട് ചെയ്യുക. തിയറം, ഇഫ് വി കോമ ഡബ്ല്യു ആർ വെക്ടർ സ്പേസസ് ഓഫ് ഡയമെൻഷൻസ് m, n respectively over the same field f, then this set isomorphic to this vector space. Then this set is isomorphic to this. Okay, അതാണ് തിയറം. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പ്രൂഫ് ഐസോമോർഫിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 ആയിട്ട്, ഓൺ ടു ആയിട്ട്, ലീനിയറുമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ എനിക്ക് ഫസ്റ്റ് വെക്ടർ സ്പേസിലും സെക്കൻഡ് വെക്ടർ സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം.
ഓക്കെ, പ്രൂഫ്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ അടുത്തായിട്ട് പറയുക. ആ ഒരു തിയറം നിങ്ങൾ എഴുതുക, ദെൻ നെക്സ്റ്റ് വി കൺസിഡർ ദ പ്രൂഫ്. അപ്പോൾ ആ നോട്ട് വേണമെന്നില്ല, നോട്ടിന് പകരം നിങ്ങൾ ഈ ഒരു തിയറം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് പ്രൂഫ് എന്ന് പറഞ്ഞ് എഴുതി പോയാൽ മതി. കാരണം ആ നോട്ട് പറഞ്ഞു വന്ന് നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്കാണ് വരിക. അപ്പോൾ അതിന് ശേഷമാണ് ആ തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ആ തിയറം ആദ്യം പറഞ്ഞതിന് ശേഷം അതിന് പ്രൂഫാണെന്നും പറഞ്ഞ് പ്രൂഫായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ നോട്ട് എന്ന് പറയുന്നത് പ്രൂഫ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ. സോ കൺസിഡർ, അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം ഇതിൽ നിന്നും ഇതിലേക്ക്. അപ്പോൾ അത് 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം. ഓക്കെ, അത്തരത്തിലൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കത് ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ആ ഫംഗ്ഷൻ. സോ കൺസിഡർ ദ മാപ്പിംഗ്. Consider the mapping from V from first vector space, set of all linear mappings from V to W to the second vector space mat n by m f, mat n by m f. അപ്പോൾ നമ്മൾ അതിന് V എന്ന് വിളിച്ചിരിക്കുന്നു. ആ മാപ്പിങ്ങിനെ F എന്നല്ല, അതിന് നമ്മൾ V എന്ന് വിളിക്കും. ഓക്കെ, സോ കൺസിഡർ ദ മാപ്പിംഗ് ഫ്രം, ഡിഫൈൻ ചെയ്യുക ഇങ്ങനെയാണ്, ഡിഫൈൻഡ് ബൈ, ഇവിടെ ഒരു എലമെൻറ്റ് എഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് വെക്ടർ സ്പേസിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഞാൻ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്, ഡിഫൈൻഡ് ബൈ വി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മാറ്റ് എഫ്, ഡിഫൈൻഡ് ബൈ വി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മാറ്റ് എഫ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതായത് ഫസ്റ്റ് സെറ്റിൽ ഫസ്റ്റ് വെക്ടർ സ്പേസിൽ ഒരു എഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ദിസ് മാപ്പിംഗ് അത് ഇമേജ് എങ്ങോട്ട് മാപ്പ് ചെയ്യും? വി ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എഫിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലേക്കാണ് അതിൻ്റെ ഇമേജ് മാപ്പ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? വി ഓഫ് എഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാറ്റ് എഫ് ആണ്, ദാറ്റ് ഈസ് മെട്രിക്സ് ഓഫ് എഫ് ആണ്. എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. സോ വി ഓഫ് എഫ്, ഈ ഫംഗ്ഷൻ്റെ ഇമേജ്, എഫിൻ്റെ ഇമേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മാറ്റ് എഫ് ആണ്, ദാറ്റ് ഈസ് മെട്രിക്സ് ഓഫ് എഫ് ആണ്. ക്ലിയർ ആണല്ലോ? മെട്രിക്സ് ഓഫ് എഫ് ആണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണല്ലോ? വി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മാറ്റ് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കേണ്ടത് ഈ മാപ്പിംഗ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക. അടുത്ത V1, ഈ മാപ്പിംഗ് V എന്ന് പറയുന്നത് 1 1 ആണെന്ന് കാണിക്കും, ഓൺ 2 ആണെന്ന് കാണിക്കും, ലീനിയർ ആണെന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് വെക്ടർ സ്പേസുകളും ഐസോമോർഫിക് ആണെന്ന് പറയാം, അല്ലേ? അത്തരത്തിലൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ രണ്ട് വെക്ടർ സ്പേസുകളും ഐസോമോർഫിക് ആണെന്ന് പറയാം. ദാറ്റ്സ് ഐസോമോർഫിസം കണ്ടീഷൻ. ഓക്കെ, സോ ഫസ്റ്റ് കാണിക്കുന്നത് ഈ മാപ്പിംഗ് ലീനിയർ ആണെന്നാണ് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അതിപ്പോൾ മാറ്റെഫ് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. വി ആൻഡ് ഡബ്ല്യു ആർ വെക്ടർ സ്പേസസ് ഓഫ് ദ സെയിം ഫീൽഡ് എഫ്. ഇവിടെ നമ്മൾ ബേസിസ് കൂടെ കൺസിഡർ ചെയ്യുന്നു, കാരണം മാറ്റെഫ് നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളോട് ബേസിസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വി എന്ന് പറയുന്നത് എം ഡയമെൻഷണൽ വെക്ടർ സ്പേസും ഡബ്ല്യു എന്ന് പറയുന്നത് എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസും ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. വേർ V1 V2 എക്സെട്ര VM, സ്മോൾ V1 ആണ്. വേർ സെറ്റ് V1 V2 എക്സെട്ര VM is a fixed ordered basis for the vector space capital V, and W1, set W1 W2 etc Wn is a fixed ordered basis for the vector space W. M dimension ആണെന്ന് പറയുന്നുണ്ട്, n dimension ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിസ് കൂടി കൺസിഡർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് V is linear. ഫസ്റ്റ് we need to prove that that mapping is linear. അപ്പോൾ അതാണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ V linear ആണെന്ന് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് വെക്ടർ സ്പേസ് ആയ ലീനിയർ, സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം V to W, നമ്മൾ രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുക. സോ വി ചൂസ് 2 എലമെൻറ്റ് F1, F2 belongs to this vector space. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടതാണ് ലീനിയാരിറ്റി കണ്ടീഷന് വേണ്ടി നമ്മൾ കാണിക്കേണ്ടത് V of F1 പ്ലസ് F2 എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. ഈ സെയിം ആസ് V of F1 പ്ലസ് V of F2 എന്ന് കാണിക്കണം. അതേപോലെ തന്നെ V of ലാംഡ എഫ് അല്ലെ ലാംഡ F1 എന്ന് പറയുന്നത് ഈ സെയിം ആസ് ലാംഡ ഇൻറ്റു V of F1 എന്ന് കാണിക്കണം ടു പ്രൂവ് V is linear. ഓക്കെ, സോ ഫസ്റ്റ് വി കൺസിഡർ V of F1 പ്ലസ് F2. സോ V of F1 പ്ലസ് F2 നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? V of F is equal to mat F ആണ്. therefore V of F1 പ്ലസ് F2 become mat F1 പ്ലസ് F2 എന്ന് വരും. ആൻഡ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് mat F1 പ്ലസ് F2 എന്ന് പറയുന്നത് ഈ സെയിം ആസ് mat F1 പ്ലസ് mat F2 ആണ്. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ തിയറമാണ്. ഓക്കെ, ദാറ്റ് ഈസ് സെയിം ആസ് mat F1 പ്ലസ് mat F2 ആൻഡ് mat F1 ഈസ് V of F1, അല്ലേ? ദാറ്റ് ഈസ് V of F1. mat F2 ഈസ് V of F2. So we get V of F1 plus F2 is same as V of F1 plus V of F2. So linearity first condition നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി second condition, for that we consider for lambda belongs to F, for the scalar lambda belongs to F, we consider V of lambda F1. So what is V of lambda F1? By the definition of V of lambda F1 is mat
ലാംഡ f1 മാറ്റ് ലാംഡ f1 ആൻഡ് ഓൾറെഡി മാറ്റ് ലാംഡ f1 എന്തായിരുന്നു? ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മാറ്റ് f1, ലാംഡ ഇൻറ്റു മാറ്റ് f1, ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മാറ്റ് f1 ഈസ് v of f1, v of f1. So we get v of lambda f1 is same as lambda into v of f1. Okay, so that is linearity second condition. So first condition നമുക്ക് കിട്ടി, second condition നമുക്ക് കിട്ടി, therefore നമുക്ക് എന്ത് പറയാം? v is linear, therefore v is linear, therefore v is linear. ഇനി നമ്മൾ അടുത്തായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് v is surjective ആണ്, on to ആണെന്ന് കാണിക്കാം. Next we need to prove that v is on to, bijective ആണെന്ന് കാണിക്കണം, that means 1 1 on to ആണെന്ന് കാണിക്കണം. So next we need to prove that v is on to, surjective, on to. സോ വി സബ്ജക്റ്റീവ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് കണ്ടീഷൻ? വി സബ്ജക്റ്റീവ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വെക്ടർ സ്പേസിൽ ഏതൊരു എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് ഫസ്റ്റ് വെക്ടർ സ്പേസിലുണ്ടെന്ന് കാണിക്കണം, അതല്ലേ? ദാറ്റ് ഇസ് ഓൺഡിനെസ് കണ്ടീഷൻ, ഓൺഡിനെസ് കണ്ടീഷൻ. ഇപ്പോൾ സെക്കൻഡ് വെക്ടർ സ്പേസിൽ ഏതൊരു എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് ഫസ്റ്റ് വെക്ടർ സ്പേസിലുണ്ടെന്ന് കാണിക്കണം അണ്ടർ വി. ഓക്കെ, ദാറ്റ് ഇസ് ഓൺഡിനെസ് കണ്ടീഷൻ. സോ ഫോർ ദാറ്റ് വി ചൂസ് ആൻ എലമെൻറ്റ് capital M is equal to the matrix M I J of order n by m belongs to mat n by m f, n by m f. Okay, so നമുക്ക് മാറ്റ് n ബൈ എം എഫ് എന്ന് പറയുന്ന ആ സെക്കൻഡ് വെക്ടർ സ്പേസിൽ ഞാനൊരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം, ദാറ്റ് ഈസ് ദ മെട്രിക്സ് എം ഐ ജെ ഓഫ് ഓർഡർ n ബൈ എം. അപ്പോൾ ഈ സെക്കൻഡ് വെക്ടർ സ്പേസിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ സ്പേസിന്, ഈ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് വെക്ടർ സ്പേസിൽ, അതായത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം വി ടു ഡബ്ല്യു എന്നുള്ള ഈ ഒരു ഫസ്റ്റ് വെക്ടർ സ്പേസിൽ ഇതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം അണ്ടർ വി, അല്ലേ? ഇതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം ഫസ്റ്റ് വെക്ടർ സ്പേസിൽ. ഈ വെക്ടർ സ്പേസിൽ ഇതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം അണ്ടർ വി, അണ്ടർ ദ മാപ്പിംഗ് വി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളൊരു എലമെൻറ്റ് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് എം ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സ് ഓഫ് ഓർഡർ n ബൈ എം ആണ്. സോ എം ഐ ജെ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ എന്ത് വരും? M11, M12 എക്സെട്ര n rows, m columns. So M1, M. Then second row is M21, M22 etc. M2m, 2m. So etc. last row എന്ത് വരും? M n1, M n2 etc. M nm. So this is a matrix capital. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് we define f of vi. We define f of v1. So f of v1 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. v1 v2 എക്സെട്ര വി എം എന്ന് പറയുന്നതാണ് വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എന്ന് പറയുന്നത്. w1 w2 എക്സെട്ര wn എന്ന് പറയുന്നതാണ് വെക്ടർ സ്പേസ് wൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എലമെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഇമേജാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് v1. സോ വി ഡിഫൈൻ കറസ്പോണ്ടിങ് ടു v1, വി ഡിഫൈൻ f ഓഫ് v1 ഈസ് ഈക്വൽ ടു, എഫ് എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് ജസ്റ്റ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം. എഫ് എന്ന് പറയുന്ന മാപ്പിംഗ്, എഫിൻ്റെ ഇമേജ് നമ്മൾ, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. എഫ് ഓഫ് v1 നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം. ഇതിൻ്റെ ഫസ്റ്റ് കോളം വെച്ച് നമ്മൾ എഫ് ഓഫ് v1 ഡിഫൈൻ ചെയ്യുക. സോ ഫസ്റ്റ് കോളം എന്താ പറയുക? M11, M21 എക്സെട്ര mn1. സോ വി ഡിഫൈൻ എഫ് ഓഫ് v1. w-ൻ്റെ വെക്ടർ സ്പേസ് ബേസിസ് നോക്കണം, w1 w2 എക്സെട്ര wn ആണ്. സോ വി ഡിഫൈൻ എഫ് ഓഫ് v1 ഈസ് ഈക്വൽ ടു m11 ഇൻറ്റു w1, m11 ഇൻറ്റു w1 പ്ലസ് m21 ഇൻറ്റു w2 പ്ലസ് എക്സെട്ര n1 ഇൻറ്റു wn. ക്ലിയർ ആണല്ലോ? എം എന്ന് പറയുന്ന വെക്ടർ സ്പേസ് എം എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും w-ൻ്റെ ബേസിസ് എലമെൻറ്റ്സും യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എഫ് ഓഫ് v1 ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. m11 w1 പ്ലസ് m21 w2 പ്ലസ് എക്സെട്ര mn1 wn. ക്ലിയർ ആണല്ലോ? mn1 wn. ഓക്കെ, ദെൻ എഫ് ഓഫ് v2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് v2 ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് v2 എന്തായിരിക്കും വരിക?
എഫ് ഓഫ് v2 become m12 w1 പ്ലസ് m22 w2 പ്ലസ് എക്സെട്ര n2 wn എന്ന് വരും സെക്കൻഡ് കോളം യൂസ് ചെയ്തുകൊണ്ട്. സോ ദാറ്റ് ഈസ് ഇൻ ജനറൽ എഫ് ഓഫ് വി ഐ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് വി ഐ, സോ ഈ മെട്രിക്സിൻ്റെ ith കോളം നോക്കിയാൽ മതി. ഈ മെട്രിക്സിൻ്റെ ith കോളം ഏതാ വരിക? ith കോളം എന്ന് പറഞ്ഞാൽ m1i m2i എക്സെട്ര mni അല്ലേ. ഈ മെട്രിക്സിൻ്റെ ith കോളം എന്ന് പറയുന്നത് m1i m2i എക്സെട്ര mni. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വി ഐ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് വി ഐ വി ഡിഫൈൻ എഫ് ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു m1i wi w1 പ്ലസ് m2i w2 പ്ലസ് എക്സെട്ര mni wn. അപ്പോൾ അതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വി ഡിഫൈൻ എഫ് ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു m1i w1 പ്ലസ് m2i w2 പ്ലസ് എക്സെട്ര mni ഇൻറ്റു wn. ith കോളം യൂസ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് v1 കൺസിഡർ ചെയ്യാം, എഫ് ഓഫ് v2 നമ്മൾ ഡിഫൈൻ ചെയ്തു, എക്സെട്ര എഫ് ഓഫ് vm വരെ നമുക്ക് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് v1 എടുക്കുമ്പോൾ m എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം യൂസ് ചെയ്തുകൊണ്ട് ഈ ബേസിസ് എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് v1 ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് v2 എടുക്കുമ്പോൾ m എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളവും ഈ ബേസിസ് എലമെൻറ്റ്സും യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് v2 ഡിഫൈൻ ചെയ്യാം. എക്സെട്ര എഫ് ഓഫ് vm എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് vm എടുക്കുമ്പോൾ m എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ mth കോളവും എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളവും ഈ ബേസിസ് എലമെൻറ്റ്സും യൂസ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് എഫ് ഓഫ് vmഉം ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ നമ്മൾക്കൊരു സോ വി കൺസിഡർ എ ഫംഗ്ഷൻ എഫ്. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി, എഫ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യൂവിലേക്കൊരു മാപ്പിംഗ് ആണ്. അത് ക്ലിയർ ആയി. വെക്ടർ സ്പേസ് വിയിൽ നിന്ന് വെക്ടർ സ്പേസ് ഡബ്ല്യൂവിലേക്കൊരു മാപ്പിംഗ് ആണ്. ദെൻ നമ്മൾ അതിൻ്റെ അവിടെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ വെക്ടർ സ്പേസ് വിയിലെ ബേസിസ് എലമെൻസുകളുടെ ഇമേജാണ് പറഞ്ഞിരിക്കുന്നത്. v1 എഫ് ഓഫ് v1 എഫ് ഓഫ് v2 എക്സെട്ര എഫ് ഓഫ് vm ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ബേസിസ് എലമെൻസിൻ്റെ ഇമേജാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വെക്ടർ സ്പേസ് വിയിലെ ബേസിസ് എലമെൻസിൻ്റെ ഇമേജാണ് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷൻ പറഞ്ഞു, നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു എഫ് ഫ്രം ദ വെക്ടർ സ്പേസ് വി ടു ഡബ്ല്യു. ഇവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് v1 എന്താണെന്ന് ഞാൻ എഴുതി. that is f of v1 is m11 w1 plus m21 w2 plus etc mn1 wn. f of v2 ഇതേപോലെ എനിക്ക് പറയാം. f of v2 ഞാൻ ഡിഫൈൻ ചെയ്തു. that is m12 w1 plus m22 w2 plus etc mn2 wn. സിമിലർലി f of vm വരെ ഈ രീതിയിൽ എനിക്ക് ഡിഫൈൻ ചെയ്തു, ഈ രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാപ്പിംഗ്, അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാപ്പിംഗ് എഫ് ഫ്രം v2 w എന്നുള്ള ഈ ഒരു മാപ്പിംഗ് ലീനിയർ മാപ്പിംഗ് ആയിരിക്കും. ഈസ് എ ലീനിയർ മാപ്പിംഗ്. കാരണം ഇതും നിങ്ങൾ പഠിക്കുന്ന മുമ്പോട്ട് ലീനിയർ മാപ്പിംഗ് പഠിക്കുമ്പോൾ ഐസോമോർഫിസം ഒക്കെ അതിന് മുമ്പൊക്കെ ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പഠിച്ചു വരുമ്പോൾ കാണുന്ന ഒരു തിയറമാണ്. അതായത് ആ തിയറം ജസ്റ്റ് ഒന്ന് പറയാം. തിയറം ഇതായിരുന്നു: ലെറ്റ് v and w be vector spaces over a field capital F if v1 v2 etc vn is a basis of v and w1 w2 etc wn are elements of w, then there is a unique linear mapping f from v to w such that f of v1 equal to w1 such that f of v1 equal to w1, f of v2 equal to w2 etc f of vn equal to wn. ഇതായിരുന്നു തിയറം. അതായത് ഇമേജ് വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ, ഇമേജ് വാല്യൂസ് അല്ലെങ്കിൽ ബേസിസ് എലമെൻസിൻ്റെ വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ആണ്. വിയുടെ ബേസിസ് എലമെൻറ്റ്സ് v1 v2 എക്സെട്ര vn ആണ്. ഡബ്ല്യുവിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ആകണമെന്ന് നിർബന്ധമില്ല. ഡബ്ല്യുവിലെ എലമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്, ജസ്റ്റ് എലമെൻറ്റ്സ് ആണ്, ബേസിസ് എലമെൻറ്റ്സ് ആണെന്ന് പറയുന്നില്ല. ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സ് ആണ് w1 w2 എക്സെട്ര wn എന്ന് ഇവിടെ പറഞ്ഞു, ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് v1 ഈക്വൽ ടു w1 മീൻ ചെയ്യുന്നത് വെക്ടർ സ്പേസ് ഡബ്ല്യുവിലെ ഒരു എലമെൻ്റ് ആണെന്നുള്ളത്, അത് ആ രീതിയിൽ മീൻ ചെയ്യും. എഫ് ഓഫ് v2 ഈക്വൽ ടു w2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെക്ടർ സ്പേസ് ഡബ്ല്യുവിലെ എലമെൻറ്റ്. അതായത് ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതൊരു ലീനിയർ മാപ്പിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഈ തിയറം പറയുക. തിയറം 6.7 പറയുന്നത് യുണീക്ക് ലീനിയർ മാപ്പിംഗ് ആയിരിക്കും. അതായത് നമുക്ക് എന്തുമാത്രം മതി? ആ ഫംഗ്ഷൻ
ആ ഫംഗ്ഷനിൽ ഫസ്റ്റ് വെക്റ്റർ സ്പേസിലെ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് കിട്ടിയാൽ മതി. v1ൻ്റെ ഇമേജ്, v2ൻ്റെ ഇമേജ്, എക്സെട്രാ vnൻ്റെ ഇമേജ് സെക്കൻഡ് വെക്റ്റർ സ്പേസായ ഡബ്ല്യൂവിലെ ഒരു എലമെൻ്റ് ആണ് ഇമേജ് വാല്യൂസ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഫ്രം v to w എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ആ തിയറം പറയും. ഇവിടെ നമ്മൾ അതേ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഇവിടെ എഫ് ഫ്രം v to w, എഫ് ഓഫ് v1 നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒന്നുകൂടെ നോക്കുക. എഫ് ഓഫ് v1 എന്ന് പറയുന്നത് m11 w1 പ്ലസ് m21 w2 പ്ലസ് എക്സെട്രാ mn1 w1 ആണ്. സോ ക്ലിയർലി അത് വെക്റ്റർ സ്പേസ് ഡബ്ല്യൂവിലെ ഒരു എലമെൻറ്റ് തന്നെയാണ്. കാരണം വെക്റ്റർ സ്പേസ് ഡബ്ല്യൂവിലെ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യൂവിലെ തന്നെ എലമെൻ്റ് ആണ്. കാരണം ഡബ്ല്യൂവിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ആണ് w1 w2 എക്സെട്രാ w1 എന്ന് പറയും. സോ അതിനൊരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വെക്റ്റർ സ്പേസ് ഡബ്ല്യൂവിലെ എലമെൻറ്റ് തന്നെയാണ്. സോ എഫ് ഓഫ് v1 എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ഡബ്ല്യൂവിലെ എലമെൻ്റ് ആണ്. സിമിലർലി എഫ് ഓഫ് v2 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഡബ്ല്യൂവിലെ വെക്റ്റർ സ്പേസ് ഡബ്ല്യൂവിലെ എലമെൻ്റ് ആണ്. സോ എക്സെട്രാ എഫ് ഓഫ് n എന്ന് പറയുന്നതും വെക്റ്റർ സ്പേസ് ഡബ്ല്യൂവിലെ ഒരു എലമെൻറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം കറസ്പോണ്ടിങ് മാപ്പിംഗ് എഫ് ഫ്രം v to w എന്ന് പറയുന്നത് ഒരു യുണീക്ക് ലീനിയർ മാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്ത് വരുന്നതാണ്. അവിടെ തിയറം പറഞ്ഞ് തിയറത്തിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമുക്കതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലേക്ക് ഒരു ലീനിയർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് വെക്റ്റർ സ്പേസിലെ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് യൂണീക്ക് ലീനിയർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് വെക്റ്റർ സ്പേസിലെ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് വാല്യൂസ് അറിഞ്ഞിരിക്കണം, ഇമേജ് അറിയണം. സോ ഇവിടെ എഫ് ഓഫ് v1 നമുക്കറിയാം, അത് ഡബ്ല്യൂവിലുണ്ട്. എഫ് ഓഫ് v2 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ഡബ്ല്യൂവിലെ എലമെൻറ്റ് തന്നെയാണ്, സെക്കൻഡ് വെക്റ്റർ സ്പേസിലുണ്ട്. എക്സെട്രാ എഫ് ഓഫ് vm എന്ന് പറയുന്നതും ഡബ്ല്യൂവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യൂവിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിംഗ് ആയിരിക്കും, യുണീക്ക് ലീനിയർ മാപ്പിംഗ് ആയിരിക്കും. അതാണ് ആ തിയറം പറയുക. സോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ആ തിയറം വെച്ച് നമുക്ക് പറയാം എഫ് ഫ്രം v to w എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ മാറ്റ് എഫ് നമുക്കറിയാം. മാറ്റ് എഫ് എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വെക്റ്റർ സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് മാറ്റ് എഫ് കണ്ടുപിടിക്കുന്ന ആ ഒരു രീതി വെച്ച് തന്നെ വെക്റ്റർ സ്പേസ് വിയുടെ ബേസ് എലമെൻറ്റ്സ് നമുക്കറിയാം v1 v2 എക്സെട്രാ m ആണ്. ഡബ്ല്യൂവിൻ്റെ ബേസ് എലമെൻറ്റ്സ് നമുക്കറിയാം w1 w2 എക്സെട്രാ wn ആണ്. സോ എഫ് ഓഫ് v1നെ w1 w2 എക്സെട്രാ wnൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്കെയിലാർസ് നമുക്കറിയാം. സോ അതായിരിക്കും ആ കറസ്പോണ്ടിങ് സ്കെയിലാർസ് ആയിരിക്കും എക്സ് എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നു. എഫ് ഓഫ് v2വിനെ ഇതേ രീതിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് എഫ് ഓഫ് v2 ഈസ് m12 w1 പ്ലസ് m22 w2 പ്ലസ് എക്സ്ട്രാ mn2 w2. ദാറ്റ് മീൻസ് സെക്കൻഡ് റോ എക്സിൻ്റെ സെക്കൻഡ് റോ എന്ത് വരും m12 m22 എക്സെട്രാ mn2 എന്ന് വരും. സോ എക്സിൻ്റെ mth റോ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എഫ് ഓഫ് vm കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് vm ഈസ് m1 w1 പ്ലസ് m2m w2 പ്ലസ് എക്സെട്രാ mnm wm. സോ എക്സിൻ്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് m1m m2m എക്സെട്രാ mnm ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റ് എഫ് കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ മാറ്റ് എഫ് ഒന്ന് എഴുതി നോക്കുക. മാറ്റ് എഫ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാറ്റ് എഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ആ എം എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. ജസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക. ഇവിടെ എക്സ് എഴുതുക, എക്സ് എഴുതി നോക്കുക, സ്കെയിലാർസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന് അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും മാറ്റ് എഫ് എന്ന് പറയുന്നത്. സോ മാറ്റ് എഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത അതേ മെട്രിക്സ് എം തന്നെയായിരിക്കും കിട്ടുക. ജസ്റ്റ് നിങ്ങൾ എഴുതുക. സോ then f from v to w is a linear mapping with mat f is equal to m, capital M. Okay, that is v of f നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിരുന്നു. v of f is mat f, that is mat f. അതെന്താണെന്ന് കിട്ടി ഇവിടെ? ഈക്വൽ ടു എം. ദാറ്റ് ഈസ് എം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ സെക്കൻഡ് വെക്റ്റർ സ്പേസ് ചൂസ് ചെയ്തു. അതിനൊരു പ്രീ ഇമേജ് എനിക്ക് ഉണ്ടെന്ന് കിട്ടിയതാണ് എഫ്. ദാറ്റ് ഈസ് വി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? വി ഓഫ് എഫ് ഈസ് എം. സോ എഫിൻ്റെ ഇമേജ് ആണ് എം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് അതായത് സെക്കൻഡ് വെക്റ്റർ സ്പേസിൽ ഒരു എലമെൻറ്റ് ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തപ്പോൾ എനിക്കൊരു പ്രീ ഇമേജ് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് എനിക്ക് ഇവിടെ കിട്ടി. എഫ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഫസ്റ്റ് വെക്റ്റർ സ്പേസിൽ കിട്ടി. സച്ച് ദാറ്റ് വി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം. സോ ദാറ്റ് ഇസ് ഔട്ട്നെസ് കണ്ടീഷൻ. ഇതെല്ലാം സബ്ജക്റ്റീവ് കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് വെക്റ്റർ സ്പേസിൽ ഒരു എലമെൻറ്റ് എം ചൂസ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് ഫസ്റ്റ് വെക്റ്റർ സ്പേസിലുണ്ടെന്ന് കിട്ടി അല്ലേ? ദാറ്റ് ഈസ് വി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം. സോ വി ഗെറ്റ് വി ഈസ് സർജക്റ്റീവ്. ഇനി വി ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കുന്നത്. ഫോർ ദാറ്റ് വി കൺസിഡർ ടു എലമെൻറ്റ്സ്. വി കൺസിഡർ വി ഓഫ് എഫ് വൺ ഈക്വൽ ടു വി ഓഫ് എഫ് ടു, where f1 f2 belongs to this set.
അപ്പോൾ വി ഓഫ് F1 ഈക്വൽ ടു വി ഓഫ് F2, വി ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? F1 ഈക്വൽ ടു F2 എന്ന് കാണിക്കണം അല്ലേ? F1 ഈക്വൽ ടു F2 ആണെന്ന് കാണിക്കണം. സോ വി ഓഫ് F1 ഈക്വൽ ടു വി ഓഫ് F2, by definition that implies mat F1 is equal to mat F2, and mat F1 equal to mat F2, that implies mat F1 is F1 of Vi, mat F2 is F2 of Vi. Okay, സോ മാറ്റ് F1ഉം മാറ്റ് F2ഉം സെയിം ആകണമെന്നുണ്ടെങ്കിൽ F1 ഓഫ് വി ഐയും F2 ഓഫ് വി ഐയും സെയിം ആയിരിക്കണം അല്ലേ? ക്ലിയർ ആണല്ലോ? കാരണം F1 ഓഫ് വി ഐ മാറ്റ് F നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? മാറ്റ് F1 നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് F1 ഓഫ് V1 എഴുതി നോക്കും. F1 ഓഫ് V1നെ W1 W2 എക്സെട്ര WN വരെയുള്ള ബേസിസ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യും. ദെൻ കറസ്പോണ്ടിങ് സ്കെയിലാർസ്, അതാണ് നമ്മൾ മാറ്റ് F1ൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞ് മാറ്റ് F1 ആണ് പറയുക. ദാറ്റ് മീൻസ് എക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളമായിട്ടാണ് അത് വരിക. F1 ഓഫ് V1ന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് മാറ്റ് F1ലേക്ക് വരുമ്പോൾ അത് ഫസ്റ്റ് കോളമായിട്ട് വരും. കാരണം എക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതാണ് മാറ്റ് F1 എന്ന് പറയും. ക്ലിയർ ആണല്ലോ? പിന്നെ F1 ഓഫ് V2 എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എഴുതിയിരുന്നത്? F1 ഓഫ് V2നെ W1 W2 എക്സെട്ര WNൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇതിന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് ആണ് മാറ്റ് F1ൻ്റെ സെക്കൻഡ് കോളം എന്ന് പറയും. സിമിലർലി F1 ഓഫ് VM എഴുതി, അതിനെ W1 W2 എക്സെട്ര WNൻ്റെ സ്കെയിലാർസ് കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആ കറസ്പോണ്ടിങ് സ്കെയിലാർസ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് കോളം എന്ന് പറയും. അപ്പോൾ ഇതാണ് മാറ്റ് F1. അപ്പോൾ മാറ്റ് F1ഉം മാറ്റ് F2ഉം ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് മെട്രിക്സും മാറ്റ് F1ഉം മാറ്റ് F2 എന്ന് പറയുന്ന മെട്രിക്സും ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ ഈ കോളംസ് എല്ലാം സെയിം ആയിരിക്കണം. ഈ കോളംസ് എല്ലാം സെയിം ആകണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് കണ്ടീഷൻ? ഈ സ്കെയിലാർസ് എല്ലാം സെയിം ആയിരിക്കണം. എന്ന് പറയാം F1 ഓഫ് V1 തന്നെയായിരിക്കണം F2 ഓഫ് V1 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറസ്പോണ്ടിങ് സ്കെയിലാർസ് ബേസിസ് എലമെൻറ്റ്സ് W1 W2 എക്സെട്ര WN ലീനിയർ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ F1 ഈ കോളംസ് സെയിം ആകണമെന്ന് പറഞ്ഞാൽ ആ സ്കെയിലാർസ് സെയിം ആയിരിക്കണം. സോ F1 ഓഫ് V1 തന്നെയായിരിക്കണം F2 ഓഫ് V1 എന്ന് പറയുന്നത്. F1 ഓഫ് V2 തന്നെയായിരിക്കണം F2 ഓഫ് V2 എന്ന് പറയുന്നത്. F1 ഓഫ് VM തന്നെയായിരിക്കണം F2 ഓഫ് VM എന്ന് പറയുന്നു. എങ്കിൽ മാത്രമേ ആ കോളംസ് സെയിം ആകത്തുള്ളൂ, അല്ലെ ആ സ്കെയിലാർസ് സെയിം ആയിരിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? രണ്ട് മെട്രിക്സസ് മാറ്റ് F1ഉം മാറ്റ് F2ഉം സെയിം ആകണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കോളംസ് സെയിം ആയിരിക്കണം. ആ മെട്രിക്സിൻ്റെ അത് സെയിം ആകണമെന്നുണ്ടെങ്കിൽ ആ സ്കെയിലാർസ് സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് F1 ഓഫ് VI തന്നെയായിരിക്കണം F2 ഓഫ് VI ഫോർ ഓൾ I ഈക്വൽ ടു 1 to എക്സെട്ര M. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി F1 ഓഫ് VI എന്ന് പറയുന്നത് F2 ഓഫ് VI എന്ന് സെയിം ആണെന്ന് കിട്ടി. ഇവിടെ V1 V2 എക്സെട്ര VM എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്ടർ സ്പേസിലെ ബേസിസ് എലമെൻറ്റ്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു റിസൾട്ട് പറയുന്നുണ്ട്. അതായത് two linear mappings FG from V to W are equal if and only if they agree on any basis of V. അതായത് F1 എന്ന് പറയുന്നതും F2 എന്ന് പറയുന്നതും വിയിൽ നിന്നും ഡബ്ല്യൂവിലേക്കുള്ള വെക്ടർ സ്പേസ് വിയിൽ നിന്നും ഡബ്ല്യൂവിലേക്കുള്ള രണ്ട് ലീനിയർ മാപ്പിംഗ്സ് ആണ്. ദെൻ വെക്ടർ സ്പേസ് വിയുടെ ബേസ് എലമെൻറ്റ്സ് ആണ് V1 V2 എക്സെട്ര VM. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൊറോളറി 2 അനുസരിച്ച് F1ഉം F2ഉം ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ F1 ഓഫ് V1 തന്നെ ആയിരിക്കണം F2 ഓഫ് V1 എന്ന് പറയുന്നത്. ദെൻ F1 ഓഫ് V2 തന്നെയായിരിക്കണം F2 ഓഫ് V2 എന്ന് പറയുന്നു. F1 ഓഫ് V3 തന്നെയായിരിക്കണം F2 ഓഫ് V3 എന്ന് പറയുന്നു. എന്ന് പറയാൻ ബേസിസ് എലമെൻറ്റ്സ് ഇത് രണ്ടും എഗ്രി ചെയ്യണം, സെയിം ആയിരിക്കണം. F1 ഓഫ് V1 തന്നെയായിരിക്കണം F2 ഓഫ് V1. F1 ഓഫ് V2 തന്നെയായിരിക്കണം F2 ഓഫ് V2 എന്ന് പറയുന്നത്. സോ എക്സെട്ര F1 ഓഫ് VM തന്നെയായിരിക്കണം F2 ഓഫ് VM എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊറോളറി 2 വെച്ച് നമുക്ക് പറയാം F1ഉം F2ഉം സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന കാര്യം ഇത് തന്നെയല്ലേ? ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോളംസ് സെയിം ആണെന്നുള്ള മീനിങ്ങിൽ നിന്നും മെട്രിക്സ് സെയിം ആണെന്നുള്ള മീനിങ്ങിൽ നിന്നും നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് F1 ഓഫ് VI ഈസ് ഈക്വൽ ടു F2 ഓഫ് VI ഫോർ ഓൾ I ഈക്വൽ ടു 1 to എക്സെട്ര M എന്നല്ല കിട്ടിയിരിക്കുന്നത്. സോ യൂസിങ് ദാറ്റ് കൊറോളറി നമുക്ക് എന്ത് പറയാം? F1ഉം F2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. F1 ഈക്വൽ ടു F2. ദാറ്റ് ഈസ് V ഓഫ് F1 ഈക്വൽ ടു V ഓഫ് F2 implies F1 ഈക്വൽ ടു F2. therefore V is 1 1. therefore we get V is 1 1. ക്ലിയർ ആണല്ലോ? V is 1 1. so V is a bijective linear mapping from set of all linear mappings from V to W to the second space but mat n by MF. therefore that two spaces are isomorphic. ക്ലിയർ ആണല്ലോ? that two spaces are isomorphic.
അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ തിയറം എഴുതിയതിന് ശേഷം പ്രൂഫായിട്ട് എഴുതി പോവുക, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ ഈ 2 റിസൾട്ട്സുകളും പറഞ്ഞ കൊറോളറിയൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ വരുന്നതാണ്. ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോകുന്നത് മാത്രം, ഐസോമോർഫിസം ഉൾപ്പെടെ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.